ഡോഗ്സിനെ കൊണ്ട് രാവിലെ വാക്കിന് പോകാറ്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പം എനിക്ക് ഇതുവരെ അങ്ങനെ ഡോഗ്സിനെ കൊണ്ട് പോകുമ്പം ആരും എൻ്റെ അടുത്ത് അങ്ങനെ ഒരു മോശം രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇതുവരെ പെരുമാറിയിട്ടില്ല. വൈറ്റിനെ കൊണ്ടാണ് വാക്കിന് പോയത്. അപ്പം ഞാൻ ഗേറ്റ് ജസ്റ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ചേച്ചി അതിലേ വരുന്നുണ്ടായിരുന്നു. അന്നേരം ചേച്ചി വരുന്ന സമയത്ത് തന്നെ ഓപ്പോസിറ്റ് വീട്ടിൽ ഒരു പ്രായമായ ഒരു അമ്മമ്മയും കൂടി ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരും ഗേറ്റ് തുറന്നിങ്ങനെ പുറത്തേക്ക് വരാം. അന്നേരം ഈ നടന്നുകൊണ്ട് വന്നിരുന്ന ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ 3 പേരും ആ റോഡിലേക്ക് വരുന്നത് ഒരേ ടൈമിലാണ്. അപ്പം ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, എല്ലാ വീട്ടിലും പട്ടിയെ പേടിച്ചിട്ട് നടക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഒരു രീതിയിൽ ഇവനെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അന്നേരം ഈ ഇറങ്ങി വന്ന, ഞാൻ പറഞ്ഞത് ഈ ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ ഞങ്ങൾ 3 പേരാണ്. അപ്പം ഈ ഇറങ്ങി വന്ന ഈ അമ്മ ഇങ്ങനെ പറഞ്ഞു, അല്ലേലും അതെ, മനുഷ്യന്മാർക്ക് മാത്രമാണ് ഈ നാട്ടിൽ ഒരു വിലയില്ലാത്തത്, പട്ടികളെ കൊണ്ട് മടുത്തു, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവിടെ നിന്ന് അവരിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം വീണ്ടും അവരിങ്ങനെ അതായത് ഈ ഡോഗ്സിനെയൊക്കെ വളർത്തുന്ന എന്തിനാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ അവർ ആ കോൺവെർസേഷൻ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരുന്നപ്പം അപ്പം എനിക്കിത് കേൾക്കാമല്ലോ. അപ്പം ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ഡോഗ്സിനെ വളർത്തുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഇഷ്ടപ്പെട്ട് വളർത്തുന്നതാണ്, അതിൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? ഞങ്ങളുടെ ഡോഗ്സിനെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് കഴിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്തൊരു കമൻറ്റ് ഇത്രയും രാവിലെ തന്നെ പറയുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും. ഇത് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞു, എന്തിനാണ് അങ്ങനെ റെസ്പോണ്ട് ചെയ്തത്, അത് ഇഗ്നോർ ചെയ്യാമായിരുന്നല്ലോ എന്ന്. പക്ഷേ ഞാനെന്ന വ്യക്തി ഫോളോ ചെയ്യുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇവർക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഇവർക്ക് കൊടുത്തൊരു പ്രോമിസാണ്. ഒരു വീട് വാങ്ങുക അല്ലെങ്കിൽ ഒരു വീട് വെക്കുക, അതിൽ നമുക്ക് ഇഷ്ടമുള്ള മൃഗങ്ങളെയും അല്ലെങ്കിൽ പക്ഷികളെയൊക്കെ വളർത്തുക, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സ്വപ്നങ്ങളായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പം ഇവരുടെയൊന്നും ചോയ്സസിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുക. നമുക്ക് മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം, അങ്ങനെയാണെന്ന് ധരിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കൂടെയുള്ള ജീവികളോടും ഒരു സഹാനുഭൂതിയും സ്നേഹവും കാണിക്കുക എന്നുള്ളത് ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലേ. നമുക്ക് മുന്നേ വന്നത് ഇതേപോലെയുള്ള ആനിമൽസാണ് ഈ ഭൂമിയിൽ. അപ്പം നമുക്ക് മാത്രമാണ് ഈ ഭൂമി അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു കാര്യങ്ങളും വേണ്ട, ഇതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ മോശപ്പെട്ട കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളായിട്ട് ചെയ്യാതിരിക്കുക. ചിലപ്പം പല രീതിയിലായിരിക്കും അത് ഓരോരുത്തർക്ക് ഹേർട്ട്. പലർക്കും മൃഗങ്ങളെ വളർത്തുക അല്ലെങ്കിൽ പക്ഷികളെ വളർത്തുക എന്നൊക്കെ പറയുന്നത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും. അപ്പം നമുക്ക് ഒരാൾക്കത് ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയുള്ളവരുടെ ഇഷ്ടങ്ങളെ മാനിക്കാൻ പഠിക്കുക, അതിനെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുക. നമ്മുടെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് തന്നെ ഈ ആനിമൽസും ബേർഡ്സും അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ബാലൻസ് പോകത്തുള്ളൂ. അപ്പം നമ്മളായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. അതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വെറുതെ ആവശ്യമില്ലാത്ത കമൻസ് ബാക്കിയുള്ളവരുടെ ലൈഫിൽ അത് നമ്മളുടെ ഒരു പൊതുവേ ഉള്ളൊരു ശീലമാണ്. ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിൽ അഭിപ്രായം പറയുക, വെറുതെ ആവശ്യമില്ലാത്തൊരു അഭിപ്രായം പറയുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രത്യേക ശീലമാണ്. അതൊക്കെ മാറ്റാൻ ശ്രമിക്കുക. ഇങ്ങനെയല്ലേ മനുഷ്യന്മാർ മാറുന്നത്. അപ്പം ഇങ്ങനെയുള്ള കമൻസ് ദയവേത് പാസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാരോട് പറയാതിരിക്കുക. എല്ലാവരും ചിലപ്പോൾ എന്നെ പോലെ പ്രതികരിച്ചു എന്ന് വരില്ല. ചിലവർക്കത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. പക്ഷെ ഞാൻ പ്രതികരിച്ചു. എന്തായാലും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും ഇനി അങ്ങോട്ടും. അപ്പം എനിക്കിതൊന്ന് ജസ്റ്റ് പറയണം എന്ന് തോന്നി. ഭയങ്കര ഒരു വലിയ ഇൻസിഡൻ്റ് ഒന്നുമല്ല, പക്ഷെ ഇങ്ങനെയും ചില സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് പറയണം എന്നെനിക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞു. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് 2 പ്രോഡക്റ്റ്സ് ആണ്. ഞാൻ ഇതിന് മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കനൈൻ ക്രേവിംഗ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ്. അപ്പം ഞാൻ പ്രോഡക്റ്റ്സ് കാണിച്ചത്. ഇതാണ് പ്രോഡക്റ്റ്സ്. ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ പ്രോഡക്റ്റ്. ഇത് ഡക്ക് ഫീറ്റ് ആണ്. ഈ ബ്രാൻഡ് ഞാൻ മുന്നേയും കാണിച്ചിട്ടുണ്ട്, കനൈൻ ക്രേവിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പാക്കേജ് ഇങ്ങനെ വരും. ഇത് 2 പീസാണ്, കണ്ടോ ഇവിടെ 2 പീസ് ഉണ്ടാവും.
ഈ പാക്കറ്റിൻ്റെ പുറകിൽ ഇതേപോലെ ഇങ്ങനെ സ്റ്റോറേജ് ഇൻസ്ട്രക്ഷൻസും പ്രിക്കോഷൻസും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് ഉണ്ടാവും. നമുക്ക് എത്ര ഡേയ്സ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇതിനകത്തുണ്ടാവും. അപ്പം ഞാൻ എന്തായാലും ഈ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിങ്ങനെയാണ്, കണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആദ്യം ഒരു സിപ്പ് ലോക്ക് ബാഗും പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ഇതേപോലത്തെ ഒരു കവറിൻ്റെ ഉള്ളിലായിരിക്കും ഈ പ്രോഡക്റ്റ് വരിക. കണ്ടോ? ഇത് എയർ വാക്യൂമൊക്കെ ചെയ്തിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടാണ് ഇവരുടെ എല്ലാ പ്രോഡക്റ്റും വരിക. ഇനി അടുത്തത് ഈ സെയിം ബ്രാൻഡിൻ്റെ തന്നെ ഒരു ബോണാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ഞാൻ നോർമലി വിസ്കിക്കാണ് കേട്ടോ കൊടുക്കുന്നത്, കാരണം ഇത് വലുതാണ്. ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഇതേപോലെ ആയിരിക്കും, കണ്ടോ? ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇതാണ് നമ്മൾ വിസ്കിക്ക് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ കുക്ക് ചെയ്ത ബോൺ കൊടുക്കരുതെന്നാണ് പറയാറ്. ഇത് ഡീഹൈഡ്രേറ്റ് ചെയ്തതാണ്, നമ്മൾ കുക്ക് ചെയ്തതല്ല, ഡീഹൈഡ്രേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് കഴിച്ച വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കുറേ സമയം ഇതിങ്ങനെ ചൂ ചെയ്തിരുന്നോളൂ. പിന്നെ അവർക്ക് വളരെ നല്ലതാണ്, അവരുടെ ടീത്തിനും ബോണിനും എല്ലാം വളരെ നല്ലതാണ് ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് കൊടുക്കുന്നത്. ഇതവർക്ക് കൊടുക്കാം. സ്റ്റേ, സിറ്റ്, മിൻഡ, സിറ്റ്, സിറ്റ്. Whiskey, sit, sit, down. No, come, sit, 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 sit. Down, 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 down. No, down. Whiskey, down. Okay. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരും. അതുവരെ ബൈ.